നിന്റെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവും. മകൾ അച്ഛന് വേണ്ടി കണ്ടുപിടിച്ച മരുമകനെ കാണാൻ ആർത്തിയോടെ ഓടി വരുന്ന ഡാഡിയോട് നീ എന്തു പറയും? അവസാനത്തെ ഒഴിവുകാലം നിങ്ങളോടൊത്ത് കഴിയാൻ വരുന്ന അണ്ണന് ഈ ഷോക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുമോ? മോളെ, ഈ 14 ദിവസത്തെ സന്തോഷം മാത്രമാണ് ജീവിതത്തിൽ നിനക്ക് നിന്റെ അച്ഛന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്റെ ഡാഡി മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. അഭിനയിക്കുക. ഭർത്താവായിട്ട് കൂടെ അഭിനയിക്കാൻ ഒരാളെ കണ്ടുപിടിക്കുക. എന്ത് സ്റ്റുപ്പിഡിറ്റിയാണ് ഈ പറയുന്നത്? അപ്പൊ നീ കാണിച്ചത് സ്റ്റുപ്പിഡിറ്റി അല്ലേ? അണ്ണൻ ഇവിടുന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോകേണ്ടത് നിന്നേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. ഒരുപാട് കടപ്പാടുകൾ എനിക്ക് ആ മനുഷ്യനോടുണ്ട്. നിനക്ക് ഈ ഗതികേട് വന്നതിന്റെ ഉത്തരവാദി ഞാനല്ലേന്ന് നിന്റെ ഡാഡി എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് ഉത്തരവില്ല. കാരണം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയത്. നിനക്കറിയാലോ, നിന്റെ അച്ഛൻ വളരെ സെൻസിറ്റീവും സെന്റിമെന്റലുമാണ്. അമേരിക്കയിൽ കിടന്ന് തന്നെ മരിക്കണം, ഭാര്യയുടെ ശവകുടീരത്തിനടുത്ത് തന്നെ അടക്കം ചെയ്യപ്പെടണം എന്നൊക്കെ സ്വപ്നം കണ്ടോണ്ടല്ലേ അണ്ണൻ അവിടെ തന്നെ കൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധുവിനെ നമ്മൾ വേദനിപ്പിക്കണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം മംഗളമായി നടക്കുന്നുവെന്ന് വിശ്വസിച്ച് അണ്ണൻ സന്തോഷമായി തിരിച്ചു പോയിക്കോട്ടെ. അതിനുവേണ്ടി നമ്മളിപ്പം നാടകം കളിക്കുന്നത് കൊണ്ടോ കള്ളം പറയുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. 2 വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ നീ ഡാഡിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ല. ഐ ഹേറ്റ് men. എന്നാൽ ഒരു 14 ദിവസം ഡാഡിയുടെ മുമ്പിൽ മറ്റൊരാളെ ഭർത്താവായി അഭിനയിപ്പിക്കുക. ഇതിലേതെങ്കിലും ഒന്നിന് തയ്യാറായേ പറ്റൂ.